എല്ലാവർക്കും മല്ലു ബിഗ് ബോസ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് ഹൌസിലെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസ് മലയാളം സീസൺ 7ലെ 11ാം ആഴ്ചയിലെ എലിമിനേഷനിൽ പുതിയ വഴിത്തിരിവുകളുണ്ടായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മുൻ ആഴ്ചകളിൽ നടന്ന എലിമിനേഷനുകളിൽ നിന്ന് വിപരീതമായി പ്രേക്ഷകരുടെ ഇഷ്ടക്കുറവിനൊപ്പം തന്നെ ലക്ഷ്മി വീട്ടിൽ കാണിച്ച മോശം സമീപനങ്ങളും പെരുമാറ്റരീതികളും എലിമിനേഷന് കാരണമായതായാണ് വരുന്ന വിവരങ്ങൾ. ലാലേട്ടൻ എപ്പിസോഡ് ഷൂട്ട് കഴിഞ്ഞതിന് പിന്നാലെയാണ് ഈ വാർത്തകൾ ഇപ്പോൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ ആഴ്ച ഷാനവാസിന് വിനയായത് ആര്യൻ, ലക്ഷ്മി, അക്ബർ, സാബുമാൻ എന്നിവർ ചേർന്ന് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയ വിശ്വാസത്തിന്റെ സീക്രട്ട് ടാസ്ക് തകർക്കാൻ ശ്രമിച്ചതും താൻ വലിയ ബുദ്ധിമാനാണെന്ന് കരുതി ഷോ കാണിക്കാൻ ശ്രമിച്ചതുമാണ്. ടാസ്ക് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ച ഷാനവാസിന്റെ പ്രവൃത്തി ബിഗ് ബോസിനെ പോലും അലോസരപ്പെടുത്തുകയും ഗെയിം ചേഞ്ച് ചെയ്യാൻ നിർബന്ധിതനാക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഗെയിമിനോട് കാണിക്കുന്ന വിമുഖതയാണ് ലക്ഷ്മിയുടെ കാര്യത്തിലും പ്രധാന കാരണമായി മാറിയിരിക്കുന്നത്. ടാസ്കുകളിലെ ലക്ഷ്മിയുടെ അതിരുകടന്ന ഇടപെടലും ഫേവറിറ്റിസവും തനിക്ക് തന്നെ വിനയായിട്ടുണ്ട്. അടുത്തിടെ നടന്ന റോപ്പ് ടാസ്കിൽ ലക്ഷ്മി അമിതമായി ഇടപെട്ടതും ഓവറായി പെരുമാറിയതും വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. കൈ ബെൻഡായതിന്റെ പേരിൽ അനുമോൾ പുറത്തായ സമയത്ത് ആര്യനും സാബുമാനും കൈമുട്ട് മടക്കുന്നുണ്ടായിരുന്നുവെന്നും ആര്യൻ കയറിൽ രണ്ടാമതൊരു കൈകൊണ്ട് പിടിച്ചപ്പോൾ തന്നെ പുറത്താക്കാമായിരുന്നുവെന്നും മറ്റു മത്സരാർത്ഥികൾ പറയുന്നുണ്ട്. എന്നാൽ ഈ വിഷയങ്ങളിൽ ലക്ഷ്മിയും അക്ബറും നെവിനും വളരെയധികം ഫേവറിറ്റിസം കാണിച്ചുവെന്ന ആരോപണം ശക്തമാണ്. ലക്ഷ്മിയുടെ വോട്ട് കുറയാൻ കാരണമായ മറ്റൊരു പ്രധാന വിഷയം ഭക്ഷണത്തിന്റെ പേരിൽ ആര്യനോട് കാണിച്ച മോശം പെരുമാറ്റമാണ്. കിച്ചൺ ക്യാപ്റ്റനായിരിക്കാൻ സാധ്യതയുള്ള ലക്ഷ്മി ക്ലീനിങ്ങിനായി വന്ന ആര്യൻ ചോറ് പാത്രത്തിൽ ബാക്കി വന്ന 5-6 ചോറും 2-3 ചെറിയ ചിക്കൻ പീസുകളും കഴിക്കാൻ ശ്രമിച്ചപ്പോൾ ഓടിവന്ന് അത് തട്ടിമാറ്റുകയും മാന്യതയില്ലാത്ത രീതിയിൽ പെരുമാറുകയും ചെയ്തു. ആര്യനെ ഒരു പറ്റച്ചോറ് വാരിവെക്കാൻ പോലും സമ്മതിക്കാതെ ലക്ഷ്മി ആഹാരം തിരിച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയും ഇവിടെ എന്തിനാ വന്നത്, കഴിക്കാനാണോ എന്നൊക്കെ ചോദിച്ച് ആക്രോശിക്കുകയും ചെയ്തു. എല്ലാവരുടെയും റേഷനായിരുന്നിട്ടും വിശന്നിട്ടോ കൊതി തോന്നിയിട്ടോ കഴിക്കാൻ ശ്രമിച്ച ആര്യനോട് മാനുഷിക പരിഗണന പോലും കാണിക്കാത്ത ലക്ഷ്മിയുടെ പ്രവൃത്തി പ്രേക്ഷകരുടെ ഇടയിൽ വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. എന്നാൽ 2 ദിവസം മുൻപ് സീക്രട്ട് ടാസ്കിനിടെ ലക്ഷ്മി തന്നെ ഒരു ചിക്കൻ പീസിന് വേണ്ടി വലിയ ആർത്തി കാണിച്ചതും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഈ വിഷയത്തിൽ ഷാനവാസും ലക്ഷ്മിയെ പിന്തുണച്ച് രംഗത്തെത്തുകയും ആവശ്യമില്ലാത്ത വള്ളിയിൽ കയറി പിടിക്കുകയാണെന്ന മറ്റു മത്സരാർത്ഥികൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ അനുമോളുടെ തുണികൾ ബാത്റൂമിൽ നിന്ന് എടുത്ത് തറയിലേക്ക് വലിച്ചെറിഞ്ഞ ലക്ഷ്മിയുടെ നടപടിയും വിമർശിക്കപ്പെട്ടു. അനുമോൾ രാത്രിയിൽ വെള്ളത്തിൽ മുക്കിവെച്ച തുണികൾ ലക്ഷ്മി എടുത്ത് തറയിലിട്ടത് ഓവൽ സ്മാർട്ട്നെസ്സായാണ് വിലയിരുത്തപ്പെട്ടത്. ക്യാപ്റ്റനെ വിളിച്ച് കാര്യം പറയാതെ നേരത്തെ ആര്യന്റെ തുണികളോട് കാണിച്ചതുപോലെ വീണ്ടും ലക്ഷ്മി റൂഡായി പെരുമാറുകയായിരുന്നു. എന്നാൽ നിലവിലെ ക്യാപ്റ്റനായ സാബുമാൻ ഈ വിഷയത്തിൽ നിഷ്പക്ഷമായി ഇടപെടുകയും അനുമോളുടെ തെറ്റും ലക്ഷ്മിയുടെ മോശം പ്രവൃത്തിയും ചോദ്യം ചെയ്യുകയും ചെയ്തു. മത്സരത്തിലുടനീളം ലക്ഷ്മി പലപ്പോഴും ഭയങ്കരമായ റൂഡ് സ്വഭാവം കാണിക്കുകയും ചില പ്രവൃത്തികളിൽ അഡ്ജസ്റ്റ്മെന്റ് കാണിക്കാതിരിക്കുകയും ചെയ്തത് പ്രേക്ഷക പിന്തുണ കുറയാൻ വലിയ കാരണമായിട്ടുണ്ട്. ലക്ഷ്മിക്ക് പുറത്തേക്കുള്ള വഴിയൊരുക്കിയത് ഈ നെഗറ്റീവ് ഗെയിം സമീപനങ്ങളാണെന്നതാണ് ശരിക്കും സത്യം. വോട്ടിംഗ് ഫലങ്ങളെ ആശ്രയിക്കുന്നതിനൊപ്പം ലക്ഷ്മിയുടെ ഈ മോശം പെരുമാറ്റത്തെയും അനാവശ്യ ഇടപെടലുകളെയും മാനുഷിക പരിഗണനയില്ലായ്മയെയും മോഹൻലാൽ ഇന്ന് കർശനമായി ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്തായാലും ലക്ഷ്മിയുടെ ഈ പുറത്താകൽ മറ്റു മത്സരാർത്ഥികളുടെ ഗെയിമിനെ എങ്ങനെ ബാധിക്കുമെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ബിഗ് ബോസിന്റെ ഈ പുറത്താക്കൽ നടപടിയെപ്പറ്റി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അതുപോലെ ലക്ഷ്മിയുടെ പ്രവൃത്തികളെപ്പറ്റിയുള്ള നിങ്ങളുടെ വിലയിരുത്തലുകൾ എന്താണ്? ഒപ്പം ലക്ഷ്മി ഹൌസിനകത്ത് തുടരാൻ യോഗ്യയായിരുന്നോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കോമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കും എക്സ്ക്ലൂസീവ് വാർത്തകൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.